ഹലോ, അപ്പൊ ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത് വെൽക്കം ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊരു കുഞ്ഞ് ഔട്ടിങ്ങിന് പോവാണ്. മേ ബി ആഫ്റ്റർ ഒരു 9 months എന്നൊക്കെ പറയാം. ശരിക്കും കൊറോണ വന്നതിന് ശേഷം ഇതുവരെ എവിടെയും പോയിട്ടില്ല. പ്ലാൻ ചെയ്ത ട്രിപ്പുകളെല്ലാം കൊളായി പോയതാണ്. അപ്പൊ ഞങ്ങള് ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ്. പക്ഷെ ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഞങ്ങളെ സംബന്ധിച്ച് വീടിന് പുറത്തേക്ക് പോകുമ്പോൾ ഒരു കുഞ്ഞു ട്രിപ്പ് തന്നെയാണ്. അപ്പൊ ഞങ്ങളൊരു റിസോർട്ടിലെ കുറച്ച് വില്ലാസ് ഒക്കെ ഉള്ള ഒരു ഏരിയയിലേക്കാണ് ഇന്ന് പോകാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒന്നിച്ച് അങ്ങോട്ട് പോവാം. ഞാൻ നിങ്ങളെയും കൊണ്ട് അങ്ങോട്ട് പോവാന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പെർഫെക്റ്റ്ലി ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഏരിയയിൽ പോയിട്ട് ജസ്റ്റ് പൂളിലൊക്കെ ഇറങ്ങി ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോ അച്ഛന്റെ ഫ്രണ്ടിന്റെ കെയർ ഓഫിലാണ് കേട്ടോ പോകുന്നത്. ഇവിടെ നിന്ന് ഒരു ഹാർഡ്ലി 2 kilometers അത്രേ ഉള്ളൂ മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അവിടേക്ക് പോവാം അല്ലേ? യെസ്, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. അപ്പൊ അവിടെ നിന്നായിരിക്കും ബാക്കി അപ്ഡേഷൻസും കാര്യങ്ങളും. കുറച്ച് ക്ലിപ്പിംഗ്സ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പൊ കുഞ്ഞുമാവനെയും കൊണ്ടാണ് പോകുന്നത്. അപ്പൊ കുഞ്ഞുമാവനെയും കൊണ്ടാണ് നമ്മളോട് പോകാൻ പോകുന്നത്. അപ്പൊ ഞാൻ വേഗം പോയിട്ട് റെഡി ആയിട്ട് വരാം. ഹലോ, ഇന്ന് നമുക്കൊരു വ്ലോഗാണ്. അപ്പൊ പോകാൻ പോകുന്ന കാര്യങ്ങളും സ്ഥലവും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വഴിയേ കാണാം. നിങ്ങൾ എല്ലാരും കൂടെ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇറങ്ങിയ ശേഷം അപ്ഡേറ്റ് ചെയ്യാം. അയ്യോ, അപ്പൊ ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു എന്താ പറയാ കുറച്ച് വില്ലാസ് അങ്ങനെയാണ് പറയേണ്ടി വരിക. കറക്റ്റ് റിസോർട്ടൊന്നും അല്ല. അത് ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഞങ്ങൾ എന്തായാലും പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് പോയതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് ഔട്ടിംഗ് ആണ്. സിമ്പിൾ വീട് ഹൈലൈറ്റ് ഇപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ എന്ന് പറയുന്നത് കുറേ വില്ലാസ് ആണ്. അതിന്റെ ഇടയിൽ ആ വില്ലാസിന് വേണ്ടിയിട്ടുള്ള ഒരു പൂളാണ്. വില്ലാസ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. ഒക്കെ ഇങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടിട്ട് എന്തോ നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പം ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം അങ്ങനെയാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പൊ ഞങ്ങളിത് അവിടെ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സമയം തന്നെ വീണേനെ. അപ്പൊ നേരെ പൂളിന്റെ അടുത്തേക്ക് നടക്കാണ് കേട്ടോ. 10 പേരിലായിട്ട് അവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത്രയും ആൾക്കാർ മാത്രമേ അവിടെ ആകെ ഉള്ളൂ. അപ്പൊ അതേ നേരെ അതിന്റെ ഉള്ളിലേക്ക് എത്തി. നമ്മളെ റിസോർട്ടിന്റെ പേരെന്താ? പേരില്ലാത്ത റിസോർട്ടാ. സത്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും അതിന്റെ പേരെന്താന്ന് അറിയില്ല കേട്ടോ. അതാണ് പേരറിയാത്ത റിസോർട്ട് എന്നാണ്. റിസോർട്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. യെസ്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ റിസോർട്ടില് അതാണ് നമ്മുടെ പിന്നെന്താ പോസ്റ്റ് ചെയ്തോളൂ. പോസ്റ്റ് ചെയ്യാന്നാണ് അവര് പറയുന്നത്. ഫോട്ടോ എടുക്കണം. ഹലോ, അപ്പൊ ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത് റിസോർട്ടിന്റെ പേരൊന്നും അറിയില്ല. എന്തായാലും പുതിയ റിസോർട്ടാണ്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ ഞങ്ങൾ കാഴ്ചകൾ കാണാനല്ല ഒന്നെ പൂളിൽ ഇറങ്ങാൻ വേണ്ടി വന്നേക്കണേ. ഞാൻ ശരിക്കും ഇടുവോ? ആ ഹായ് എന്നുള്ള ഒച്ച ഉണ്ടല്ലോ, അത് ഇവിടെ ഞാൻ ഇടുവോ? യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പൂൾ. എടുക്കാൻ പോയത് അത് എവിടെ വെച്ചെന്ന് ഓർമ്മ ഉണ്ടായില്ല. റിപ്പോർട്ട് എടുത്തില്ല. സ്ഥലം കൂടെ ഫോൺ ഓണാക്കി ചാർജ് വയ്ക്കാം. ഓണാക്കിട്ട് ഇവിടെ വയ്ക്കാം. അവരൊക്കെ ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോ സെറ്റപ്പായിട്ടാ വന്നേക്കണേ. ഞങ്ങൾ ഓൾറെഡി ഇങ്ങനെ ഇട്ടിടാ വന്നത്. ഞാൻ മാറ്റുന്നില്ല. എക്സ്ട്രാ മാറാനുള്ള ഡ്രസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങനെ തന്നെ ഇടുന്നുള്ളൂ. അയ്യേ, കളഞ്ഞ് പിടിക്കൂ. ഞാൻ എടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഡ്രസ് കൊടുത്തിട്ടുണ്ട്. അവളുടെ തോർത്തൊക്കെ എടുത്തിട്ടുണ്ട്. കൊള്ളുണ്ട് വായിലേക്ക് വെക്കണ്ട. ഇങ്ങോട്ട് തെറിപ്പിക്കരുതേ, വായിലേക്കാവോ. എല്ലാവർക്കും അങ്ങനെ പൂളിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഇതിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനന്ന് ആദ്യം ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അതായത് ഞാനത് കഴിഞ്ഞിട്ട് ചാടണുള്ളൂ. പിന്നെ മോളാണെങ്കിൽ ഇങ്ങനെ കൈയും കാലായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തതിന് ശേഷം തന്നെ വീണേ. ഞാൻ ഷൂട്ട് ചെയ്യാൻ വെച്ചിട്ട് ഞാനും ഇറങ്ങട്ടെ. ഇപ്പൊ തിരിഞ്ഞു വീണ നല്ല രസമുണ്ടോ?
പിന്നെ ഭയങ്കര കളപ്പില ലഹളയാണ് കേട്ടോ. അതാണ് മെയിനായിട്ട് ഞാൻ വോയിസ് മ്യൂട്ടാക്കിയത്. ഭയങ്കര ലഹളയാണ്. അപ്പം ഞാനും എന്താ ഇനി വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ മോളെ ഇനി വേഗം എടുത്ത് മാറ്റി വിടുന്നു, അധികം നേരം എടുത്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ടൈം ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കളിച്ച് വെറുതെ അവിടെ വരെ നീന്തി പോകും. എൻ്റെ ആഴത്തിലുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വെള്ളം. അങ്ങനെ തലയിൽ ക്യാപ്പ് ഇട്ട് വെച്ചാൽ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം എടുത്തു. പിന്നെ അമ്മയും ഇറങ്ങാൻ വേണ്ടി നിൽക്കുമായിരുന്നു. പക്ഷെ ഇവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവൾ കരച്ചിലോട് കരച്ചിലാണ് അവൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇനി ഇറക്കിയില്ല കേട്ടോ. അങ്ങനെ കുറേ നേരം അങ്ങനെ ചുറ്റും കൊണ്ടുവരുന്ന ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഉറക്കിന്ന് പറ. പിന്നെ ഫുള്ള് വെള്ളത്തിൽ കുതികുന്തം മറിയാതായിരുന്നു. ഇങ്ങനെ കിടന്ന് എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ചിങ്ങനെ കുറേ നേരം കളിച്ചു വെള്ളത്തിൽ. പിന്നെന്താ, ഇത്രയേ ഉള്ളൂ. നല്ലൊരു തീരുമാനം ഇത്. ബിങ്കോ. നിങ്ങൾ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. അയ്യോ എന്റെ മുഖം എത്ര പോരണോ. അപ്പോഴേ ബാക്കിയുള്ളവർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവരൊക്കെ നേരത്തെ കയറിയവരാണ്. കുറെ വീഡിയോസൊന്നും മിസ്സായിട്ടാ. അത്യാവശ്യം ഒരു മീഡിയം ലെവലിലുള്ള തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം ഇങ്ങനെ വെള്ളത്തിൽ തന്നെ കളിച്ച് അവസാനം ഞങ്ങളവിടെ നിന്ന് കയറി. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു മിനി പാർക്ക് പോലെ ഊഞ്ഞാലും ഈ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ പോയി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവിടെ തന്നെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ ഈ ഗാലൻറ്റിലൊക്കെ ഇങ്ങനെ സൈഡിലുണ്ടാവില്ലേ, അതേപോലത്തെ ഒരു കുഞ്ഞു ഡ്രസ്സിങ് ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളിത് എല്ലാവരും കൂടെ ഇങ്ങനെ വെറുതെ ഇരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം നമുക്ക് ബാക്കി സ്ഥലങ്ങൾ പോയി കാണാമെന്നുള്ളത്. സോ അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്, കത്തിയടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ഫേസ് ഒരുമാതിരി വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ ദൈവമേ എന്തോ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ എല്ലാവരും ഇങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മോള് ഉറങ്ങി കേട്ടോ. യെസ്, അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങി. ഞങ്ങൾ ചുമ്മാ ഈ സ്ഥലം ഒന്ന് ഫുള്ള് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതെന്താ സംഭവം വെച്ചാൽ കുറേ വീടുകളാണ് ഇത്ര. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ വീട് നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ട് പിന്നെ ഇങ്ങനെ റെന്റിന് കൊടുക്കുന്ന പോലെ നമുക്ക് കൊടുക്കാം. അങ്ങനെയാണിത്. പണികൾ നടന്നുകൊണ്ടിരിക്കാനുള്ളൂ കേട്ടോ. അതാണ് ഞങ്ങൾ കുഞ്ഞുമാമനെയും കൊണ്ട് ധൈര്യമായിട്ട് വന്നത്. വേറൊന്നും വിചാരിക്കണ്ട, ഞങ്ങൾ മാത്രം ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. യെസ്, അപ്പം ഞാനിങ്ങനെ ഓരോന്ന് കാണിച്ചു തരാം. ഒന്നും കഴിഞ്ഞിട്ടില്ല, പൂളിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പം നമുക്ക് പോയിട്ട് വരാം. ഞാൻ ഇവിടുത്തെ ഓരോന്ന് കാണിച്ചു തരേ. നല്ല കിടിലൻ ഔട്ടോ ഇത്. ഇതിന്റെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് കിടിലനായിരിക്കും കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ ഇതിനടിയിൽ കൂടെ എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഒഴുക്കി വിടുന്ന സംഭവം എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ വെച്ചാൽ എത്രയോ വീടുകളാണ് ഇത്. അവിടെ ഓരോ ബേർഡ്സ് കണ്ടില്ലേ, കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ വില്ലാസ് പോലെ നമുക്ക് 40 ലാക്കോ മറ്റോ ആണ് കേട്ടോ ഒരെണ്ണത്തിന്. നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കാം, എന്നിട്ട് ഇങ്ങനെ റെന്റിന് കൊടുക്കാം. അങ്ങനെ എന്തൊക്കെയോ ആണ് ഇവിടുത്തെ സിസ്റ്റം. വലിയ റിസോർട്ട് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ. യെസ്, ഉണ്ടോ, ഇതൊരു ബിൽഡിംഗ് ആണ്. അപ്പൊ എല്ലാവരും എന്താ ഇങ്ങനെ പുറകെ സ്ഥലങ്ങൾ കാണാൻ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഓരോ ബിൽഡിങ്ങുകൾ. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് ദൂരത്തേക്ക് പോയുള്ളൂ, അധികം അങ്ങനെ പോയില്ല. എന്തായാലും അവിടെ പണി നടക്കല്ലേ, പോയിട്ട് പ്രത്യേകിച്ചൊന്നും കാണാനില്ലല്ലോ. ഇവിടെ അങ്ങനെ കുറേ എന്താ പറയുക ചെറിയ ചെറിയ പക്ഷികൾ, കിളികളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോ നമ്മൾ ഇവിടുന്ന് പോകാൻ പോവാണ് കേട്ടോ. മാസ്ക് വെച്ചിട്ടുണ്ട്. മാസ്ക് നനഞ്ഞിരിക്കുക, പിന്നെ വെച്ചിരിക്കും കുഴപ്പമില്ല, ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ നിന്നൊരു വ്യൂ കാണിച്ചു തരാം. ഇത് മറ്റേ സിനിമയിൽ വീണ പോലെ നിലത്തേക്ക് വീഴുമോ? ഇവിടെ നല്ല കിടിലം വ്യൂ ആന്നാ പറഞ്ഞേ. നോക്കട്ടെ. ഇവിടെ നല്ല കട്ടക്കുളി സീൻ കാണല്ലോ. പൊളി. ഇതാണ് കേട്ടോ ഓരോ വീടുകള് കണ്ടോ ഇങ്ങനെ കാണുള്ളൂ. എത്ര വീടുകൾ അവിടെ മൊത്തം അച്ഛാ? 50 വീടുകള്. 50 വീടുകളുണ്ട്. കണ്ടോ ഓരോ വീടുകൾ. ശരി. അതാ ഇവിടെ കൊറേ ഉണ്ട്. 10 ഒന്നല്ല, എന്തായാലും 10 ഒന്നല്ല. ഇതാ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ. അപ്പൊ നോക്കില്ലേ അയലല്ല, അത് ബലൂണാണ്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വ്യൂ. ഇത് റിസോർട്ടല്ല, വീടുകളാണ്. അപ്പൊ അങ്ങനെ നമുക്കിനി ഇവിടുന്ന് പോകാം. ഒരുപാട് വീടുകളുണ്ട്, 50 എണ്ണം ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. എന്തായാലും ഇപ്പൊ തന്നെ ഒരു 10-20 എണ്ണം ഉണ്ട്. യെസ്, അതായത് ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ചിക്കൻ ഒന്ന് അടിച്ചു നനച്ച് വീട്ടിലെത്തിയിട്ട് കുളിച്ചാലേ സമാധാനമുള്ളൂ. ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്ന് കുളിക്കണം, ഫ്രഷ് ആവണം. യെസ്, അത്രേ ഉള്ളൂ. അപ്പോ ഇനി വേറെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അറിയിക്കാം. ഇനിയിപ്പോ പോയിട്ട് ഫ്രഷ് ആവട്ടെ. ഹലോ. അപ്പൊ ഞാൻ എന്താ കുളിച്ച് ഫ്രഷ് ആയി. പക്ഷെ മുഖം കണ്ടോ ഒരുമാതിരി ആയിട്ട് ഇരിക്കണേ, കണ്ണൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ട്. ഒന്നാമത് കൺമഷി ചെയ്തിട്ട് വെള്ളത്തിൽ പോയി വന്നാൽ അങ്ങനെയാണ് കോലം. ഭയങ്കരമായിട്ട് വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. പിന്നെന്താ ഞങ്ങൾ എല്ലാവരും ഇതാ ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ദോശ ഉണ്ടാക്കണം. എനിക്ക് ഇനി ഇവിടെ ഉറക്കിയിട്ട് വേണം ദോശ ഉണ്ടാക്കാൻ. അപ്പൊ അതാണ് ഇപ്പോഴത്തെ പരിപാടി. പിന്നെന്താ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ അക്കളന്ന് കാരണം മേല് കഴിയതും മറ്റേ എന്താ പറയാ ഫുഡ് ഉണ്ടാക്കുന്നതൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഞാൻ ഇവിടെ ഒന്ന് ഉറക്കിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് പറ്റിയാൽ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും എന്താ പറയാ ഔട്ട്ഡോർ പറയണല്ലോ. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് ഉറക്കട്ടെ. വെച്ച് ഞങ്ങൾ നാമൊക്കെ ചൊല്ലിയോ എന്റെ കോലം കണ്ടുപോലെ ഞങ്ങൾ സൂപ്പർ സാധനത്തിലെ. പിന്നെ നോക്കിയപ്പോ അത് അടുപ്പിൽ കനലുണ്ട്. അപ്പൊ നല്ല പഴം ഇരിക്കണ്ടായിരുന്നു. അത് വെറുതെ അടുപ്പിലിട്ട് ചുട്ടെടുത്തിട്ട് ഇങ്ങനെ ചുമ്മാ കഴിക്കായിരുന്നു. ചിക്കൻ ജില്ലയാണ് അമ്മ പഴം ചുടുന്നതാണ്. പണ്ടത്തെ ഗ്രില്ലാണ്. പണ്ടത്തെ ഗ്രില്ലോ അടുപ്പിന്നൂടെ മസ്റ്റു ഫുഡാണ് പഴം ചുട്ടത്. പഴം പുഴുങ്ങിയതൊന്നും ഞാൻ കഴിക്കില്ല, ചുട്ടത് കഴിക്കും. കായ കഴിക്കാറുണ്ട് ചുട്ടിട്ട്. അവിടെ കരച്ചിൽ തുടങ്ങി. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കാതെ, സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കാണാനായിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ടാറ്റാ ബൈ.